മലപ്പുറം വളാഞ്ചേരിക്കാരുടെ ഒരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ദേശീയപാതാ പ്രവൃത്തിയുടെ ഭാഗമായി മലപ്പുറം വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് അടയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയിരിക്കുകയാണ്. റോഡ് അടയ്ക്കുന്നതോടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയായ ദേശീയപാതയും കടന്ന് തിരിച്ച് വളാഞ്ചേരിയിലേക്ക് പ്രവേശിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വളാഞ്ചേരി നഗരത്തിലെത്താൻ യാത്രക്കാർ ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. പ്രധാന വാണിജ്യ കേന്ദ്രമായ വളാഞ്ചേരി നഗരത്തിലെത്താൻ ഇനി പാടുപെടണം. വട്ടപ്പാറയിൽ നിന്നുമുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതോടെയാണ് നഗരത്തിലെത്തേണ്ടവർ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളും നഗരത്തിലെ ആശുപത്രികളെ ആശ്രയിക്കുന്നവരും ദുരിതത്തിലാവും. സർവീസ് റോഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞ ദേശീയപാത അധികൃതർ കൂരിയാടുണ്ടായ സംഭവത്തെ തുടർന്ന് പദ്ധതി നിർത്തിവെച്ചതായാണ് വിവരം. ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ് യാത്രക്കാർ. വളാഞ്ചേരിയിലേക്ക് പോകേണ്ടവർ ദേശീയപാത വഴി ഓണിയൻ പാലത്തിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. കാവുംപുറത്തേക്കും വളാഞ്ചേരിയിലേക്കും എത്താൻ കഞ്ഞിപ്പുര പഴയ റോഡ് വഴിയും ഇനി യാത്ര ചെയ്യേണ്ടി വരും. ഇടുങ്ങിയ ഈ പാതയിൽ ഇത് ഗതാഗത കുരുക്കിനും വഴിയൊരുക്കും. വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട അവസ്ഥയിൽ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും ജനപ്രതിനിധികളും. നേരത്തെ അവർ ഇതിലൂടെ സർവീസ് റോഡ് പറഞ്ഞിരുന്നു. പക്ഷെ കൂരിയാട്ടുണ്ടായ ആ സംഭവം മൂലം ആ പദ്ധതിയിൽ നിന്നും അവർ പിൻവാങ്ങിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എങ്കിലും അവർക്ക് ഈ ദേശീയപാതയിലൂടെ വരുന്ന ഭാഗത്ത് ഇവിടെ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ വളാഞ്ചേരിയിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കും പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ദേശീയപാതയിലൂടെ വന്ന് ഓണിയൽ പാലത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണം. വളാഞ്ചേരി ഭാഗത്തുനിന്ന് കോഴിക്കോട്, കോട്ടക്കൽ, തിരൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും അതോടൊപ്പം തന്നെ കോട്ടക്കൽ ഭാഗത്തു നിന്ന് വളാഞ്ചേരി, കാവുംപുറം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഒരുമിച്ച് കഞ്ഞിപ്പുര അണ്ടർപാസിലൂടെ കയറി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ഉണ്ടാകും. റോഡിൻ്റെ നിലവിലുള്ള യാത്രാ സൗകര്യം എല്ലാം ഗതാഗതം ആകെ താറുമാറാവുന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട്, പട്ടാമ്പി, പെരിന്തൽമണ്ണ, കുറ്റിപ്പുറം എന്നിവിടങ്ങളിലേക്കും വളാഞ്ചേരിയിലെത്തിയാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. റോഡ് അടയ്ക്കുന്നതോടെ ഇവിടങ്ങളിലേക്കും എത്താൻ യാത്രക്കാർ ബുദ്ധിമുട്ടും. നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്ന വളാഞ്ചേരിയിലെ വ്യാപാരികളും ഇവയെല്ലാം പൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലാകും. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇവിടുന്ന് വാവുമ്പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ വ്യാപാരികൾ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടി പോകേണ്ടി വരും. രണ്ടാമത് സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ഇത്രയും 4 കിലോമീറ്റർ വട്ടപ്പാറയിൽ നിന്ന് വളാഞ്ചേരിക്ക് എത്തുന്നവരെ കുട്ടികൾ എങ്ങനെ യാത്ര ചെയ്യും, സ്കൂളിലേക്ക് എത്തിപ്പെടും, ഹോസ്പിറ്റലുകൾ. അപ്പോൾ ഇത് ഇത്രയും അറിയപ്പെടുന്ന ഒരു ഭാഗം മൊത്തത്തിൽ ക്ലോസ് ചെയ്തിട്ട് ഇവർ പറഞ്ഞത് പാണ്ഡ്യാല പോയിട്ട് ഇറങ്ങിയിട്ട് എൻ്റർ ചെയ്തിട്ട് വീണ്ടും വളാഞ്ചേരിക്ക് ഓണിയല പാലത്തിൻ്റെ അവിടുന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട നമ്മളെ മുനിസിപ്പാലിറ്റിയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ച് ഇതിന് വേണ്ട നടപടി എടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഇവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതാണ്. ബന്ധപ്പെട്ടവരെ നാട്ടുകാർ ആവശ്യം അറിയിച്ചിട്ടുണ്ടെന്നും ഇതിൽ മറുപടി ലഭിക്കും വരെയെങ്കിലും സർവീസ് റോഡ് അടയ്ക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകരുതെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. അല്ലാത്തപക്ഷം ജനകീയ സമരം നടത്താനാണ് തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇന്നലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഒരു വലിയ അപകടമാണ് തലനാഴിയൊക്കെ ഒഴിഞ്ഞു മാറിപ്പോയത്. നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേടിച്ചതാണ്. റോഡിലേക്ക് വലിയൊരു പാറയാണ് പെട്ടെന്ന് ഇടിഞ്ഞു താഴ്ന്ന് വീണത്. അതുവഴി ആ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകാത്തതിനാൽ മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇത്തരത്തിലൊരു വലിയ അപകടം ഇങ്ങനെ റോഡിലേക്ക് പാറ വീണതിനെ തുടർന്ന് വലിയ ആശങ്കയിലാണ് ഇതുവഴി പോകുന്ന സഞ്ചാരികൾ. സ്വാഭാവികമായും മഴക്കാലമായാൽ ഇതുവഴിയുള്ള യാത്ര അപകടം നിറഞ്ഞതാണ്. മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന അധികൃതരുടെ പ്രഖ്യാപനവും നടപ്പായില്ല. ിൽ ദേശീയപാത നവീകരണം തുടങ്ങിയ ശേഷം ഇതുവരെ ചെറുതും വലുതുമായ 8 മണ്ണിടിച്ചിലാണ് ഗ്യാപ്പ് റോഡ് മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം കൂറ്റൻ പാറക്കല്ലുകൾ മലമുകളിൽ നിന്ന് വീണ സംഭവങ്ങളും നിരവധി. ഇത്തവണ മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് വേനൽ മഴയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചിരുന്നു. മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും. മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന് 2 വർഷം മുമ്പ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഗ്യാപ്പ് റോഡിൽ എപ്പോഴും ഈ പണി ചെയ്തത് തൊട്ട് ഇപ്പോൾ വരായിട്ട് ഒരു കുറച്ച് മഴ വന്നാലും ഈ പാറയൊക്കെ താഴെ വരിക, റോഡ് ബ്ലോക്ക് ചെയ്യുക, ഒരു ഹോസ്പിറ്റലിൻ്റെ പോകാനൊന്നും പറ്റത്തില്ല. അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഈ റോഡ് ഉള്ളത്. ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ കടയും ഇതിലും വെച്ചിട്ട് ഇത് ഭയങ്കര സേഫ്റ്റി ഇല്ലാതെ ഇത് ഗവൺമെൻറ് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് ക്ലിയർ ആക്കണം. പിന്നെ ഇത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അവസ്ഥ കൂടെ ഇല്ലാതെയാണ് ഈ റോഡ് ഉള്ളത്. ഒരു ചിന്ന മഴ വന്നാലും മൺചരിവും പാറയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കലുകാർക്ക്. മാണ്ടി IIT,
കരസേന, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ്പ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു. ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ ചിന്നക്കനാൽ, സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും. ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തും. മുൻപ് കോഴിക്കോട് NIT-യിലെ വിദഗ്ധ സംഘം ഇവിടം സന്ദർശനം നടത്തുകയും അപകട സാധ്യത ഉള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിലും തുടർ നടപടി ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. സ്കൂളുകൾ തുറന്ന് 1 മാസം പിന്നിടുമ്പോഴും ആറ്റിങ്ങൽ ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാൻ കഴിയാതെ പോലീസും മോട്ടോർ വാഹന വകുപ്പും. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ആരോപണം. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് മാസത്തിൽ കൂടിയ ഗതാഗത പരിഷ്കരണ സമിതിയുടെ യോഗ തീരുമാനങ്ങൾ ഒന്നും ആറ്റിങ്ങലിൽ നടപ്പിലാക്കിയിട്ടില്ല. വൺ വേ സംവിധാനം നടപ്പിലാക്കൽ, സ്വകാര്യ ബസ്സുകളുടെ സ്റ്റോപ്പുകൾ പുതുക്കി നിർണ്ണയിക്കൽ, പാതയോരത്ത് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കൽ, പ്രധാന ജംഗ്ഷനുകളിൽ ട്രാഫിക് വാർഡന്മാരെ നിയമിക്കൽ എന്നിങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ഒന്നുപോലും നടപ്പിലായില്ല. ഇത് കാരണം സ്കൂൾ സമയത്ത് വിദ്യാർത്ഥികൾ യാതൊരു സുരക്ഷയുമില്ലാതെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. ദേശീയപാതയിലെ ഉൾപ്പെടെ സീബ്ര ലൈനുകൾ പോലും പലയിടത്തും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസവും ആറ്റിങ്ങൽ ടൗണിലെത്തി വിവിധ സ്കൂളുകളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ അധ്യയന വർഷത്തിലും നിരവധി കുട്ടികളാണ് ആറ്റിങ്ങലിൽ റോഡ് അപകടങ്ങളിൽ പെട്ടത്. ആറ്റിങ്ങലിൽ ഏറെ തിരക്കേറിയതും എന്നാൽ വീതി കുറഞ്ഞതുമായ പാലസ് റോഡിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പോലീസും RTO ഉദ്യോഗസ്ഥരും നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. സ്വകാര്യ ബസ് ഉടമകളാണ് ഇതിന് തടസ്സം നിന്നിരുന്നത്. എന്നാൽ ഗതാഗത പരിഷ്കരണ സമിതിയുടെ യോഗത്തിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായിരുന്നു. ഈ തീരുമാനം നടപ്പാക്കാത്തതിന് പിന്നിൽ സ്വകാര്യ ബസ് ഉടമകളും ഉന്നതരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ആക്ഷേപം. ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉൾപ്പെടെ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും എന്ന് നടപ്പിലാകുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. ന്യൂസ് 18 ആറ്റിങ്ങൽ. കായംകുളം നഗരസഭാ പരിധിയിലെ അങ്കണവാടികളിൽ ജീവനക്കാരെ നിശ്ചയിച്ചതിൽ വ്യാപക അഴിമതിയെന്ന ആക്ഷേപം ശക്തമാകുന്നു. ICDS ഓഫീസിന് കീഴിലെ നിയമനത്തിലാണ് അനർഹർ ഇടം പിടിച്ചതായി ആരോപണം ഉയർന്നിരിക്കുന്നത്. വിഷയത്തിൽ പ്രതിപക്ഷം സമരം ശക്തമാക്കി. കായംകുളം നഗരസഭാ തലത്തിൽ 19 പേരെയാണ് അംഗനവാടി വർക്കറായി നിയമിച്ചത്. മാനദണ്ഡപ്രകാരം SSLC ആദ്യ തവണ പാസ്സായവർക്ക് അഭിമുഖത്തിൽ 70 മാർക്ക് ലഭിക്കും. രണ്ടാം തവണ പാസ്സായവർക്ക് ഇതിൽ 3 മാർക്ക് കുറയും. നഴ്സറി ടീച്ചിംഗ് ട്രെയിനിംഗ് കോഴ്സ് പാസ്സായവർക്ക് 3 മാർക്ക്, സാമൂഹിക ക്ഷേമ വകുപ്പ് അന്തേവാസികൾക്ക് 4 മാർക്ക്, 365 ദിവസം ജോലി ചെയ്ത് മുൻ പരിചയമുള്ളവർക്ക് 2 മാർക്ക്, 1000 ദിവസം പൂർത്തിയായവർക്ക് 5 മാർക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, വിധവകൾ, 40 വയസ്സിന് മുകളിലുള്ളവർ എന്നിവർക്ക് ഓരോ മാർക്ക് വീതം കിട്ടും. ഇതുകൂടാതെ ഇന്റർവ്യൂ ബോർഡ് നടത്തുന്ന അഭിമുഖത്തിൽ 15 മാർക്കാണ് നൽകുന്നത്. സേവന തൽപരത, കായികക്ഷമത എന്നിവയ്ക്ക് 3, പദ്യപാരായണം, കവിത ചൊല്ലൽ എന്നിവയ്ക്ക് 3, കഥ പറച്ചിൽ, ആംഗ്യഭാഷ എന്നിവയ്ക്ക് 3, ഡാൻസ്, ചിത്രരചന, പാഠ്യവസ്തുക്കളുടെ നിർമ്മാണം എന്നിവയ്ക്ക് 3, പൊതുവിജ്ഞാനത്തിന് 3 എന്നിങ്ങനെയാണ് അഭിമുഖത്തിന് മാർക്ക് നൽകുന്നതിലെ മാനദണ്ഡം. എന്നാൽ മുൻ പരിചയമുള്ളവരെയും യോഗ്യതയുള്ളവരെയും മാറ്റി നിർത്തി സ്വന്തക്കാരെ നിയമിച്ചെന്നാണ് അഭിമുഖത്തിൽ പങ്കെടുത്തവർ ആരോപിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സണാണ് ഇന്റർവ്യൂ ബോർഡിന്റെ അധ്യക്ഷൻ. 8 പേരാണ് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നത്. നഗരസഭാ അധ്യക്ഷയെ ഉപരോധിച്ച് UDF-ഉം നഗരസഭയിലേക്ക് മാർച്ച് നടത്തി BJP-യും പ്രതിഷേധം ശക്തമാക്കി. ഈ നഗരസഭാ പരിധിയിലെ അംഗനവാടിയിൽ ടീച്ചർമാരെയും ഹെൽപ്പർമാരെയും നിയമിക്കുന്നതിനുള്ള ഇന്റർവ്യൂ നടത്തി ഏതാണ്ട് 9 മാസക്കാലം ഈ ഇന്റർവ്യൂവിൻ്റെ റിസൾട്ട് പൂഴ്ത്തിവെച്ച് കഴിഞ്ഞ 4-5 ദിവസങ്ങൾക്ക് മുൻപ് രാവിലെ ചില ആളുകളെയൊക്കെ വിളിച്ചിട്ട് അവരുടനെ പോയി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുത്ത് രാഷ്ട്രീയപരമായി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തി ലിസ്റ്റിലുള്ള അർഹരെ തഴഞ്ഞ് അനർഹർക്കാണ് ഈ അപ്പോയിൻമെൻ്റ് എല്ലാം കൊടുത്തത്. പ്രതിഷേധം ശക്തമായതോടെ വെട്ടിലായിരിക്കുകയാണ് ഇടത് നേതൃത്വം. ന്യൂസ് 18 കായംകുളം. ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രഖ്യാപനത്തോടെ പദ്ധതിയിട്ട വെള്ളപ്പാറയിലെ കളിക്കളത്തോട് അവഗണനയെന്ന ആരോപണം. ഇടുക്കി കൊലുമ്പൻ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൈതാനം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഇടുക്കിയുടെ വഴികാട്ടിയായി ആദരിക്കപ്പെടുന്ന ആദിവാസി മൂപ്പൻ കൊലുമ്പന്റെ ഇളമുറക്കാർ അധിവസിക്കുന്ന കൊലുമ്പൻ നഗറിലാണ് ഈ കളിക്കളം സ്ഥിതി ചെയ്യുന്നത്.
കാലങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളില്ലാതെ നാശത്തിലേക്ക് നീങ്ങുകയാണ് കളിക്കളം. 2011 കാലം മുതൽ കളിക്കളം സർക്കാർ ഏറ്റെടുത്ത് ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. ഈ സ്റ്റേഡിയം ജില്ലാസ്ഥാനത്തെ ഒരു ട്രൈബ് കോളനിയിലെ ഒരു സ്റ്റേഡിയം കൂടിയാണ്. ഇത് അടിയന്തരമായിട്ട് ഇത് കുറച്ച് ഫണ്ട് വക മാറ്റി ട്രൈബിൻ്റെ വികസനത്തിന് വേണ്ടി യുവജനക്ഷേമത്തിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപ പാഴായിക്കൊണ്ടിരിക്കുമല്ലേ. ഇതിനു വേണ്ടി ഒരു 2 ലക്ഷം രൂപയെങ്കിലും മതി. വന്നാൽ ഈ ഗ്രൗണ്ട് ഒന്ന് നവീകരിച്ച് ഇത്തിരി വീതിയിൽ കൂട്ടിക്കൊടുത്താൽ ഇവിടുത്തെ കുട്ടികൾക്ക് നല്ലൊരു കായികപരമായിട്ടൊരു ഉന്നതിയും അവരെയൊക്കെ നമുക്ക് പിടിച്ചുയർത്താൻ കഴിയും. ഇവിടുത്തെ ധാരാളം കുട്ടികൾ വോളിബോളിലും ഫുട്ബോളിലൊക്കെ ഇപ്പോൾ ക്രിക്കറ്റിലുമൊക്കെ സ്റ്റേറ്റ് തലത്തിൽ വരെ പോയിട്ടുണ്ട്. കായിക മേഖലയുടെ വലിയ മുന്നേറ്റങ്ങൾ സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് നിരവധി ആദിവാസി യുവാക്കൾക്ക് പ്രയോജനപ്പെടേണ്ട ഈ കളിക്കളത്തോട് അധികൃതരുടെ അനാസ്ഥ. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തും മുൻപ് പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ നടപടിയുണ്ടായില്ല. ജില്ലാ സ്പോർട്സ് കൗൺസിലറും ശ്രദ്ധിക്കാതെ വന്നതോടെ കൊലുമ്പൻ നഗറിലെ യുവാക്കളുടെ പ്രതീക്ഷ നിലച്ചു. ഓരോ വർഷവും ഇവർ പിരിവെടുത്ത് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അടിയന്തരമായി കായിക വകുപ്പും ജില്ലാ ഭരണകൂടവും നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇപ്പോൾ രാത്രി വൈകിയാണ് നിങ്ങൾ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യാത്രക്കാർ പറയുന്ന സ്ഥലത്ത്, അത് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ല, ജംഗ്ഷൻ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, അവിടെ നിർത്തിക്കൊടുക്കണം എന്നുള്ളതാണ് ഗതാഗത മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ മന്ത്രിയുടെ ഈ നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് KSRTC ജീവനക്കാർ എന്നൊരു പരാതിയാണ് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ഉയരുന്നത്. കൊട്ടാരക്കര സ്വദേശി മനു ആണ് പരാതിക്കാരൻ. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ തേടുകയാണ് മനു. ജൂൺ 30 രാത്രി കുളത്തൂപ്പുഴയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ തനിക്കുണ്ടായ ദുരനുഭവമാണ് മനു പങ്കുവച്ചത്. കുളത്തൂപ്പുഴ ചോഴിയക്കോട് റൂട്ടിൽ സന്ധ്യ കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകൾ ലഭ്യമല്ല. മണിക്കൂറുകളോളം കാത്തുനിന്ന ശേഷമാണ് മനുവിന് KSRTC ബസ് ലഭിച്ചത്. മൈലമ്മൂട് ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സാധിക്കില്ല എന്നായിരുന്നു മറുപടിയെന്നാണ് പരാതി. പകരം 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ചോഴിയക്കോട് മാത്രമേ നിർത്തൂവെന്ന് കണ്ടക്ടർ നിലപാടെടുത്തതായും പറയുന്നു. ബസ് ജീവനക്കാരുടെ മോശം പെരുമാറ്റവും യാത്രാ ദുരിതവും വിവരിച്ചാണ് മനു പരാതിപ്പെട്ടത്. വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെടണം എന്നാണ് ആവശ്യം. ഈ രാത്രിയിൽ ചോഴിയക്കോട് കൊണ്ട് ഇറക്കിയിട്ട് ഞാൻ ഈ 1-2 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എത്രയും പെട്ടെന്ന് ഞാനിതിന് ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല KB ഗണേഷ് കുമാർ സാറ് ഇടപെട്ടിട്ട് ഇതിനൊരു പരിഹാരം കണ്ടു തരണം. മൈലമ്മൂട് നിലവിൽ KSRTCക്ക് സ്റ്റോപ്പുള്ള സ്ഥലമാണ്. രാത്രി എന്താ അവിടെ നിർത്താൻ പറ്റത്തില്ല മൈലമ്മൂടില്? ഇല്ല, ഞങ്ങൾ നേരത്തെ ഇങ്ങനെ തന്നെ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ചോഴിക്കോട് പോയിന്റ് എടുത്തോ അതൊക്കെ. രാത്രിയിൽ എവിടെ കയറിയാലും നിർത്താനുള്ള റൈറ്റ് ഉണ്ട്. എവിടെ ഇറങ്ങണമെങ്കിലും പാസഞ്ചറെ നിർത്താനുള്ള റൈറ്റ് ഉണ്ട്. രാത്രി സമയങ്ങളിൽ സ്റ്റോപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പോലും യാത്രക്കാർ ആവശ്യപ്പെട്ടാൽ ബസ് നിർത്തണം എന്ന ഗതാഗത മന്ത്രിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ദുരനുഭവം എന്നും മനു പറയുന്നു. തിരുവനന്തപുരം ഡിപ്പോയിലെ ബസ്സിന് എതിരെയാണ് പരാതി. മന്ത്രി KB ഗണേഷ് കുമാറിനും KSRTC വിജിലൻസ് വിഭാഗത്തിനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പുനലൂർ. ഈ ഉത്തരവൊക്കെ പാലിക്കുന്നതിനപ്പുറം ഇതൊക്കെ ഒരു മാനുഷിക പരിഗണന കൂടിയാണല്ലോ. നമ്മുടെ അർദ്ധരാത്രിയോടടുത്ത സമയമൊക്കെയാണ്. ഇത്തരത്തിൽ എല്ലാ നാട്ടിലേക്കും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കടന്നു പോകുന്ന ബസ് ഈ കൃത്യമായ സ്റ്റോപ്പ് നോക്കി നിർത്തുക എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് അവരെ വല്ലാതെ വലയ്ക്കുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ ഈ മനുവിൻ്റെ കാര്യമെടുത്താൽ 2 കിലോമീറ്റർ അകലെ മാറിയാണ് ആ ബസ് നിർത്തിയത്. അവിടെ നിന്ന് മനു വീട്ടിലേക്ക് എങ്ങനെ പോകും? അവിടെ പെട്ടെന്ന് ഓട്ടോയോ മറ്റ് വാഹനങ്ങളോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യം അല്ലേ? അപ്പോൾ ഈ ഉത്തരവ് പാലിക്കുന്നു അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് മാനുഷികമായ മനുഷ്യന്മാർക്ക് ചിന്തിച്ച് ചെയ്യാവുന്ന ഒരു സഹായം കൂടിയാണല്ലോ ഇത്തരം കാര്യങ്ങൾ. ആ ബസ്സിലാണെങ്കിൽ മറ്റാരുമില്ല, ഒരു തിരക്കുമില്ലാത്തൊരു ബസ് കൂടിയായിരുന്നു. അവിടെ നിർത്തി കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നത് കൂടിയാണ് സാഹചര്യം. വൃക്കരോഗിയായ പൊന്നാനി സ്വദേശി സൈനുദ്ദീൻ്റെ ചിരകാല അഭിലാഷം പൂവണിഞ്ഞു. ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിയാത്തതിൻ്റെ വിഷമവും സങ്കടവും സൈനുദ്ദീനെ വല്ലാതെ അലട്ടിയിരുന്നു. ഇതോടെയാണ് ഒരു ദിവസമെങ്കിലും തനിക്ക് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകണമെന്ന ഈ 25-കാരൻ്റെ ആഗ്രഹം സഫലമായത്. ഒരു ദിവസമെങ്കിലും തനിക്ക് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകണം, കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കണം. 25-കാരനായ സൈനുദ്ദീന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത്.
വർഷങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃക്കരോഗിയാണ് സൈനുദ്ദീൻ. അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളെ പോലെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പോകാനും പഠിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഈ വിഷമവും സങ്കടവും സൈനുദ്ദീനെ വല്ലാതെ അലട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം MIBEd കോളേജിലെ പ്രൊഫസർ അമീൻ ഫറൂഖ് സൈനുദ്ദീനെ സന്ദർശിച്ചപ്പോഴാണ് അവന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയത്. ഇതോടെ വിദ്യാഭ്യാസ പരിശീലകൻ റംഷാദിന്റെ നേതൃത്വത്തിൽ സൈനുദ്ദീൻ സ്കൂളിലെത്തി. ദാറുൽ ഹിദായ പൂക്കരത്തറ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റും സുമനസ്സുകളായ അധ്യാപകരുമാണ് ഇതിന് അവസരം ഒരുക്കിയത്. ക്ലാസ്സിലെ പ്രിയ മുഹമ്മദ് റസീനാണ് അവർക്ക് വേണ്ടി യൂണിഫോം കൊണ്ടുവന്നത്. ചിത്രരചനയിൽ അതീവ തൽപരനായ സൈനുദ്ദീൻ വിദ്യാർത്ഥികൾക്കൊപ്പം ചിത്രം വരച്ചും പാട്ടുപാടിയും സൗഹൃദം പങ്കുവച്ചും ഊർജം പകർന്നു. ഹൃദ്യമായ സ്വീകരണമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും നൽകിയത്. മധുരം പങ്കിട്ടും പഠനോപകരണങ്ങൾ കൈമാറിയും സൈനുദ്ദീന്റെ സ്കൂൾ ദിവസം സ്നേഹനിർഭലമായി. ന്യൂസ് 18 തിരൂർ. കൃഷി വകുപ്പിന്റെ ഫാമിൽ നിന്നും വിത്ത് വാങ്ങി പാവൽ കൃഷി ഇറക്കിയ മാതൃകാ കർഷകൻ ദുരിതത്തിലായി. പത്തനംതിട്ട ചെന്നീർക്കര പഞ്ചായത്തിലെ ദേവരാജനാണ് കൃഷിയിൽ നിന്നും വിളവ് ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച കർഷകന് ഇത്തരത്തിലൊരു അനുഭവം ആദ്യമാണ്. പാട്ടത്തിനെടുത്ത 20 സെന്റോളം സ്ഥലത്താണ് നാട്ടിലെ മാതൃകാ കർഷകനായ ദേവരാജന്റെ പാവൽ കൃഷി. കൃഷിവകുപ്പിന്റെ ഫാമിലെ വിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ശ്രദ്ധയോടെ പരിപാലിച്ച പാവൽ കൃഷി പടർന്നു പന്തലിച്ചുവെങ്കിലും പതിവിന് വിപരീതമായി 2 മാസം പിന്നിട്ടിട്ടും ഇതുവരെയും കായ്ച്ചിട്ടില്ല. പാവൽ കൃഷിക്കായി പന്തലിട്ടതുൾപ്പെടെ ഇതുവരെ 30,000-ഓളം രൂപയും ചിലവായി. വേനൽക്കാലത്ത് വെള്ളമൊഴിച്ച് സംരക്ഷിച്ചതുൾപ്പെടെയുള്ള അധ്വാനം വേറെയും. ഇപ്പൊ ഒരു 8 കാ പറിക്കുന്നത് 80 കിലോ നാലാം പക്കം ആഴ്ച 2 പറിക്കുക. 80 കിലോ കാ 150 കിലോ കാ ആഴ്ച എനിക്ക് കിട്ടേണ്ടതാണ്. 150 പോയിട്ട് ഒരു കുഞ്ഞുകാ കിട്ടാതിരുന്നാൽ പിന്നെ എന്തോ ചെയ്യും? പിന്നെ ഞാൻ ആരോടും പറയാതിരിക്കാൻ നോക്കുമോ? എല്ലാവരും ചോദിക്കുക വാഴയ്ക്ക ഉണ്ടോ? എനിക്ക് 2 കിലോ വേണം, 1 കിലോ വേണം. എന്തി വാഴയ്ക്ക എവിടുന്നാ എടുക്കുന്നത്? വാഴ അയ്യോ ഇഷ്ടം പോലെ വാഴ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്താ തരാത്തെ? ഞാൻ ഉണ്ടായില്ല തരാനൊക്കെ ഉള്ളൂ. ആയുർവേദ ഔഷധമായ നീലക്കൊടുവേലി കൃഷി ചെയ്യുന്ന അപൂർവം കർഷകനും അറിയപ്പെടുന്ന വെറ്റില കർഷകനുമാണ് 76-കാരനായ ദേവരാജൻ. വാഴ, ഇഞ്ചി, ചേമ്പ്, കാച്ചിൽ, ചേന തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. ചെന്നീർക്കര പഞ്ചായത്തിലെ മികച്ച കർഷകൻ കൂടിയാണ് ദേവരാജൻ. ന്യൂസ് 18 പത്തനംതിട്ട. സാഹസിക ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെട്ട കൊല്ലം ആയിരവല്ലിയിലെ പാറ ഖനന നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മന്ത്രി KN ബാലഗോപാൽ മുൻകൈയെടുത്ത് തയ്യാറാക്കിയ ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെട്ട ആയിരവല്ലി പാറയിലാണ് ഖനന നീക്കം. ആയിരവല്ലി പാറയോട് ചേർന്നുള്ള ചെറുപാറ കൂട്ടങ്ങളാണ് ഖനനം ചെയ്യാൻ പഞ്ചായത്തിൽ അനുമതി തേടിയത്. ഇതോടെ ക്ഷേത്ര ഭരണസമിതിയും നാട്ടുകാരും കടുത്ത പ്രതിഷേധത്തിലാണ്. ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മാറാംപാറ, നെടുവത്തൂർ പഞ്ചായത്തിലെ പൊങ്ങമ്പാറ എന്നിവ ഉൾപ്പെടുത്തിയാണ് ആയിരവല്ലിപ്പാറ ടൂറിസം സർക്യൂട്ട് വിഭാവനം ചെയ്തത്. ആദ്യഘട്ടമായി 2 കോടി രൂപ സർക്കാർ വകവരുത്തി. MC റോഡിന് സമീപത്തായുള്ള ആയിരവല്ലിപ്പാറ ശബരിമല ഇടത്താവളമാക്കി മാറ്റാനുള്ള പദ്ധതിയും വിഭാവനം ചെയ്തിരുന്നു. എന്നാൽ ആയിരവല്ലിപ്പാറയോട് ചേർന്നുള്ള ചെറുപാറ കൂട്ടങ്ങൾ പൊട്ടിച്ചു നീക്കാൻ ക്വാറി മാഫിയ പഞ്ചായത്തിനെ സമീപിച്ചിരിക്കുകയാണ്. പാറ പൊട്ടിക്കാനുള്ള നീക്കം ശക്തമായി എതിർക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. കാര്യങ്ങൾ അതീവ ഗുരുതരമാണ്, അതീവ ഗൗരവമുള്ളതാണ്. എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഭരണസമിതി ഈ നീക്കത്തെ പിന്മാറണം, റവന്യൂ അധികാരികൾ പിന്മാറണം. ബഹുമാനപ്പെട്ട MLA കൂടിയായ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. വിശ്വാസ സംരക്ഷണത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകാൻ മന്ത്രി തയ്യാറാകണം. വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു തീരുമാനവും ഗവൺമെന്റ് ഭാഗത്തുനിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല. പഞ്ചായത്തിന്റെ അനുമതി കൂടാതെ വെടിമരുന്ന് സൂക്ഷിക്കാനായി ഷെഡുകൾ നിർമ്മിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അനധികൃത നിർമ്മാണം ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി നിർമ്മാണ നിരോധന ഉത്തരവ് നൽകിയിരുന്നു. ഖനന ശ്രമങ്ങൾ വിവാദമായിട്ടും മുന്നൊരുക്കങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ പിൻബലത്താലാണെന്ന് BJP ആരോപിക്കുന്നു. ഇതിന് കോൺഗ്രസ് മെമ്പർമാർ ഇതിനൊക്കെ ആദ്യം തന്നെ എതിര് പറഞ്ഞിരുന്ന കോൺഗ്രസ് മെമ്പർമാർ സമയമായപ്പോൾ വന്ന് പറഞ്ഞത് അവർ പറഞ്ഞത് ഒരു അന്വേഷണം നടത്തിയിട്ട് വേണമെങ്കിൽ നടത്തിക്കോ നടത്തിക്കോ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മെമ്പർമാരുടെ സമീപനം അന്നുണ്ടായിരുന്നത്. ഈ ഇഞ്ചക്കാട് നിവാസികളായിട്ടുള്ള അവിടുത്തെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആചാര സംവിധാനം നടക്കുന്ന കോറിയിലെ ആ പാറയിലേക്കുള്ള ഖനനം നിർത്തലാക്കണമെന്നും പറഞ്ഞ് ഇഞ്ചക്കാട് ഗ്രാമവാസികൾ
അമ്പലത്തിലെ ക്ഷേത്ര കമ്മിറ്റി ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് ഒരുപാട് നാളുകൾ ഇവിടെ ഒത്തിരി പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതികളൊന്നും അന്ന് ഇവിടെ പരിഗണിച്ചില്ല. ഇഞ്ചക്കാട് തിരുവേളിക്കോട് മഹാദേവ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമാണ് ആയിരവല്ലിപ്പാറ എന്ന അവകാശവാദവുമായി ഭക്തജന കൂട്ടായ്മയും ഖനന നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിനെയും നിയമ സംവിധാനങ്ങളെയും കബളിപ്പിച്ച് ഖനനം നടത്താനുള്ള ശ്രമങ്ങളെ തടയുമെന്ന് പഞ്ചായത്ത് ഉപസമിതിയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. അപ്പോൾ നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് പോകുമ്പോൾ ഈ ദിവസം കൂടുതൽ പോസിറ്റീവ് ആക്കാൻ നമുക്ക് നല്ല വാക്ക് കൂടി കേൾക്കാം. നല്ല വാക്കിന് ശേഷം നമുക്ക് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.